ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് 12% മുതൽ 22% വരെ പലിശ. ഇത്രയും ഉയർന്ന പലിശ നിരക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക്, അതായത് സ്ഥിര നിക്ഷേപങ്ങൾക്ക് ലഭിക്കുമോ? ഇത്തരം നിക്ഷേപ പദ്ധതിയിൽ പണം നിക്ഷേപിക്കുമ്പോൾ നിക്ഷേപകർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? വീഡിയോ കാണുക. ഡ്രീംസ് നെറ്റിലേക്ക് സ്വാഗതം. ബാങ്കുകളിലെ പലിശ നിരക്കുകൾ വളരെയേറെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് വിപണിയിൽ നിലനിൽക്കുന്നത്. അത് വായ്പകളുടെ പലിശ നിരക്കായാലും സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്കായാലും അവയൊക്കെ തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. നിങ്ങൾക്കറിയാവുന്ന പോലെ RBI റിപ്പോ നിരക്ക് കുറച്ചുകൊണ്ടിരിക്കുന്നതിനാലാണ് ബാങ്കുകളുടെ പലിശ നിരക്കുകൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. 2025 ഫെബ്രുവരി മുതൽ 2025 ജൂൺ വരെ പലിശ നിരക്കിൽ 1% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ അഥവാ സ്ഥിര നിക്ഷേപങ്ങളുടെ ഇപ്പോഴത്തെ പലിശ നിരക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വാണിജ്യ ബാങ്കുകൾ പൊതുവെ, അതായത് പൊതുമേഖലാ ബാങ്കുകളായാലും അല്ലെങ്കിൽ സ്വകാര്യ മേഖലാ ബാങ്കുകളായാലും പൊതുവെ 6.5% മുതൽ പരമാവധി 7.25% വരെ മാത്രമേ പലിശ ലഭിക്കുകയുള്ളൂ. സ്മാൾ ഫിനാൻസ് ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളാണെങ്കിൽ അവയ്ക്ക് പരമാവധി 8.5% വരെ പലിശ ലഭിച്ചേക്കും. പലിശ നിരക്കുകൾ വീണ്ടും കുറയാനാണ് സാധ്യതയെന്ന് വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെയെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ പലിശ നിരക്കുകൾ ഇനിയും വീണ്ടും താഴേക്ക് പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ സാധാരണക്കാർ മാത്രമല്ല സമ്പന്നരും നിക്ഷേപം നടത്തുന്നുണ്ട്. എന്നാൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ പലിശ നിരക്ക് കുത്തനെ കുറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ്. സമ്പന്നരായ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞാൽ മറ്റുള്ള നിക്ഷേപ മാർഗങ്ങളിലേക്ക് നിക്ഷേപം നടത്താൻ സാധിക്കും. ഉദാഹരണമായി ഗോൾഡ്, ഓഹരി നിക്ഷേപം, റിയൽ എസ്റ്റേറ്റ്, മ്യൂച്വൽ ഫണ്ടുകളുടെ നിക്ഷേപം തുടങ്ങിയ വൈവിധ്യമാർന്ന നിക്ഷേപ അവസരങ്ങൾ അവർക്ക് ലഭ്യമാണ്. അതേസമയം വലിയൊരു വിഭാഗം വരുന്ന സാധാരണക്കാരായ നിക്ഷേപകർ ഫിക്സഡ് ഡെപ്പോസിറ്റുകളെ മാത്രം ആശ്രയിച്ച് കഴിയുന്നവരാണ്. പ്രത്യേകിച്ചും ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നിന്നുള്ള വരുമാനത്തെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന മുതിർന്ന പൗരന്മാരുടെ വരുമാനം തന്നെ താളം തെറ്റുന്ന ഒരു സ്ഥിതി ഇതുണ്ടാക്കുന്നതാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള പലിശ നിരക്കുകൾ കുറയുന്നതിലൂടെ അവയിൽ നിന്നുള്ള വരുമാനത്തിലും കാര്യമായ കുറവുണ്ടാകുന്നതാണ്. ഉദാഹരണമായി ഇപ്പോഴത്തെ പലിശ നിരക്ക് അനുസരിച്ച് ഒരു 5 ലക്ഷം രൂപ 6.5% പലിശ നിരക്കിൽ ഒരു വർഷത്തേക്ക് ബാങ്കുകൾ നിക്ഷേപിക്കുകയാണെങ്കിൽ ഒരു വർഷം പലിശയായി കിട്ടുന്ന തുക വെറും 33,000 രൂപയാണ്. ഒരു വർഷത്തെ പലിശ വരുമാനമാണ് 33,000 രൂപ. അതേസമയം നിങ്ങളൊരു 10 ലക്ഷം രൂപയാണ് ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ളതെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു വർഷം പലിശ വരുമാനമായി ലഭിക്കുന്നത് വെറും 66,000 രൂപ മാത്രമാണ്. ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് വളരെ ഉയർന്ന പലിശ നിരക്ക് ഓഫർ ചെയ്യുന്ന സ്ഥാപനങ്ങളും പ്രത്യേക നിക്ഷേപ പദ്ധതികളും ഒക്കെ തന്നെ ഉടനടി വരാനിടയുണ്ട്. ഉദാഹരണമായി അവരുടെ നിക്ഷേപ പദ്ധതികൾക്ക് ഏറ്റവും കുറഞ്ഞത് 12% മുതൽ 19% അല്ലെങ്കിൽ 20%, 22% ഒക്കെ പലിശ വാഗ്ദാനം ചെയ്തിരിക്കും. ഇത് കണ്ടുകൊണ്ട് തന്നെ സാധാരണക്കാരായ നിക്ഷേപകർ ഇത്തരം നിക്ഷേപ പദ്ധതികളിലേക്ക് എടുത്തു ചാടാൻ ഇടയുണ്ട്. കാരണം ഇത്രയും ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്തരം നിക്ഷേപത്തിൽ നിന്നുള്ള വരുമാനവും വളരെ ഉയർന്നതായിരിക്കും. ഉദാഹരണമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 5 ലക്ഷം രൂപ 6.5% പലിശ നിരക്കിൽ ഒരു വർഷത്തേക്ക് ഒരു ബാങ്കിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് കിട്ടുന്ന പലിശ വരുമാനം വെറും 33,000 രൂപ മാത്രമാണ്. അതേസമയം 5 ലക്ഷം രൂപ 12% പലിശയ്ക്ക് എവിടെയെങ്കിലും നിക്ഷേപം നടത്തുകയാണെങ്കിൽ ഒരു വർഷത്തെ പലിശ വരുമാനമായി മാത്രം 62,000 രൂപ ലഭിക്കുന്നതാണ്. ഇനി 5 ലക്ഷം രൂപ 15% പലിശയ്ക്ക് ഒരു വർഷത്തേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ പലിശയായി മാത്രം ഒരു വർഷം ഏകദേശം 80,000 രൂപ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാരായ നിക്ഷേപകർ ഇത്തരം നിക്ഷേപ പദ്ധതികളിലേക്ക് എടുത്തു ചാടാനുള്ള സാധ്യത വളരെയേറെയാണ്. കാരണം വാണിജ്യ ബാങ്കുകളിൽ അവരുടെ നിക്ഷേപ പദ്ധതികളിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന ഒരു വർഷം ലഭിക്കുന്ന പലിശ വരുമാനം വളരെ തുച്ഛമായിരിക്കും. അതേസമയം ഇത്തരം നിക്ഷേപ പദ്ധതികളിൽ പണം നിക്ഷേപിക്കുകയാണെങ്കിൽ വളരെ ഉയർന്ന പലിശ വരുമാനം ഓരോ വർഷവും അവർക്ക് നേടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ബാങ്കുകൾ സുരക്ഷിതമായി കിടക്കുന്ന പണം അവർ പിൻവലിച്ച് ഇത്തരം തട്ടിപ്പ് പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ തട്ടിപ്പ് നിക്ഷേപ പദ്ധതികൾ നിക്ഷേപം നടത്താനുള്ള സാധ്യത വളരെയേറെയാണ്. ഇതിൻ്റെ ഒരു ദുരവസ്ഥ ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ മാത്രമേ നിക്ഷേപകർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ആദ്യത്തെ ഏതാനും മാസങ്ങൾ വളരെ കൃത്യമായി തന്നെ പലിശ വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ പലിശ വരുമാനം താളം തെറ്റി തുടങ്ങും. ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നും പലിശ കൃത്യമായി ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അത് കഴിയുമ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ തന്നെ അപ്രത്യക്ഷമാവുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ നിക്ഷേപകർ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്കുകൾ വീണ്ടും കുറയാനാണ് സാധ്യത. ഇങ്ങനെ പലിശ നിരക്കുകൾ കുറയുന്ന സാഹചര്യത്തിൽ തട്ടിപ്പ് നിക്ഷേപ പദ്ധതികൾ വളരെയധികം തന്നെ രംഗപ്രവേശം ചെയ്യും. അംഗീകൃത നിക്ഷേപ പദ്ധതികളെന്ന് നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലായിരിക്കും അവ വരുന്നത്. കേരളത്തിൽ നിന്ന് മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള നിക്ഷേപ പദ്ധതികൾ കേരളത്തിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിലുള്ളത്. തട്ടിപ്പ് നിക്ഷേപ പദ്ധതികൾ വളരെയധികം തന്നെ വന്നേക്കുമെന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ നിക്ഷേപകർ ഒരുപക്ഷെ വിശ്വസിക്കണമെന്നില്ല. അങ്ങനെയുള്ളവർ പണ്ടത്തെ ആട്, മാഞ്ചിയം, തേക്ക് തട്ടിപ്പിനെ കുറിച്ചൊന്ന് ഓർക്കുക.
അടുത്ത കാലത്തായിട്ടാണെങ്കിൽ സ്വർണ്ണത്തിലെ നിക്ഷേപം, ഓഹരിയുള്ള നിക്ഷേപം, ക്രിപ്റ്റോ കറൻസിയുള്ള നിക്ഷേപം, മണി ചെയിൻ നിക്ഷേപം തുടങ്ങിയ പല വിധത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റിന്റെ പേരിൽ തൃശ്ശൂരിൽ നടന്ന ഹൈറിച്ച് തട്ടിപ്പ്, പകുതി വിലയ്ക്ക് 2 വീലറുകൾ വിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു തട്ടിപ്പ്, ഇവയൊക്കെ തന്നെ നിക്ഷേപകരുടെ ലക്ഷങ്ങളാണ് ചോർത്തിക്കൊണ്ടുപോയത്. സാധാരണക്കാരായ നിക്ഷേപകർ ഇത്തരം നിക്ഷേപ തട്ടിപ്പുകൾ അകപ്പെടാതിരിക്കാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? സാധാരണക്കാരായ നിക്ഷേപകർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഉയർന്ന പലിശ അല്ലെങ്കിൽ ഉയർന്ന വരുമാനം വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപ പദ്ധതികൾക്ക് റിസ്ക്കും വളരെ കൂടുതലായിരിക്കും. അത്തരം നിക്ഷേപ പദ്ധതികളിലേക്ക് പരസ്യങ്ങൾ കണ്ടെടുത്ത് ചാടുകയോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ട് അത്തരം നിക്ഷേപ പദ്ധതികൾ ചേരുകയോ ചെയ്യാൻ പാടില്ല. പകരം അത്തരം പദ്ധതികളെക്കുറിച്ച് നിങ്ങൾ തന്നെ വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കുക. അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുക തന്നെ വേണം. ഉയർന്ന പലിശ വരുമാനം കണ്ടുകൊണ്ട് മാത്രം ഒരിക്കലും ഒരു നിക്ഷേപ പദ്ധതിയിൽ ചേരരുത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. നിങ്ങളുടെ നിക്ഷേപ തുക ആ സ്ഥാപനത്തിൽ സുരക്ഷിതമായിരിക്കുമോ എന്നത് ആണ് ആദ്യം ഉറപ്പാക്കേണ്ട കാര്യം. നിങ്ങൾ നിക്ഷേപം നടത്തുന്നത് ചിലപ്പോൾ 50,000 രൂപയായിരിക്കും, അല്ലെങ്കിൽ 1 ലക്ഷമായിരിക്കും, അല്ലെങ്കിൽ 5 ലക്ഷമോ 10 ലക്ഷമോ 25 ലക്ഷമോ ആയിരിക്കും. നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതിന് ലഭിക്കുന്ന പലിശ വരുമാനം അത് എത്രയോ ആകട്ടെ, അത് രണ്ടാമത്തെ ഘടകം മാത്രമാണ്. നിങ്ങൾ നിക്ഷേപം നടത്തുന്ന തുകയുടെ സുരക്ഷിതത്വം ആദ്യം ഉറപ്പാക്കുക. അതിനുശേഷം മാത്രം പലിശ നിരക്കിന് പ്രാധാന്യം കൊടുക്കുക. മറിച്ച് ഉയർന്ന പലിശ നിരക്ക് കണ്ടുകൊണ്ട് നിങ്ങളൊരു നിക്ഷേപ പദ്ധതിയിലേക്ക് എടുത്തു ചാടുകയാണെങ്കിൽ ഏതാനും മാസത്തേക്ക് അതിൽ നിന്ന് പലിശ വരുമാനം ലഭിച്ചേക്കും. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ നിക്ഷേപം പോലും തിരികെ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും. ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നിങ്ങൾ നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്കീം ഒരു അംഗീകൃത പദ്ധതിയാണോ, അല്ലെങ്കിൽ ആ പദ്ധതി നടത്തുന്ന സ്ഥാപനം ഒരു അംഗീകൃത സ്ഥാപനമാണോ എന്ന കാര്യം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഓൺലൈൻ നിക്ഷേപ പദ്ധതികളാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ഒട്ടേറെ വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ മൊബൈൽ ആപ്പുകൾ മുഖേന നിക്ഷേപം സ്വീകരിക്കുന്ന അനേകം നിക്ഷേപ പദ്ധതികൾ നിലവിലുണ്ട്. ഇവിടെയും സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത, നിക്ഷേപ പദ്ധതികളുടെ സുരക്ഷിതത്വം എന്നിവ നിക്ഷേപകർ നിർബന്ധമായും കണക്കിലെടുക്കേണ്ടതുണ്ട്. വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ വരുമാനവും അല്ലെങ്കിൽ ബോണസും ഒക്കെ ഓഫർ ചെയ്യുന്ന ഏജന്റന്മാർ ഒരുപാടുണ്ടാകും. അത്തരം ഏജന്റുമാരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. പകരം ആ നിക്ഷേപ പദ്ധതിയുടെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റി, അതിൻ്റെ വിശ്വാസ്യത എത്രയാണെന്നുള്ളത് പരിശോധിച്ച് ഉറപ്പാക്കിയിട്ട് മാത്രം അത്തരം നിക്ഷേപ പദ്ധതികൾ പണം നിക്ഷേപിക്കുന്നതാണ് ഉചിതം. പണം ഇരട്ടിപ്പിക്കുന്ന നിക്ഷേപ പദ്ധതികളാണ് മറ്റൊരു പ്രധാനപ്പെട്ട തട്ടിപ്പ്. 1000 രൂപ നിക്ഷേപിച്ചാൽ 3 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ് 2000 രൂപയായി തിരിച്ചു കിട്ടും. 10,000 രൂപ നിക്ഷേപിച്ചാൽ 3 മാസം കഴിഞ്ഞ് 20,000 രൂപയായി തിരിച്ചു കിട്ടും. 50,000 നിക്ഷേപിച്ചാൽ 1 ലക്ഷമായിട്ട് 3 മാസം കഴിഞ്ഞ് തിരികെ ലഭിക്കും. എന്നിങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ ഒരിക്കലും പോയി ചാടാതിരിക്കുക. കാരണം അത്തരത്തിൽ നമ്മുടെ നിക്ഷേപത്തെ വളർത്തി വലുതാക്കുന്ന യാതൊരുവിധ നിക്ഷേപ പദ്ധതികളും ഒരിടത്തും നിലവിലില്ല. അത് അംഗീകൃത സ്ഥാപനങ്ങളിലായാലും അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങളിലായാലും അതിനുള്ള യാതൊരുവിധ സാധ്യതയുമില്ല. വളരെ ചുരുങ്ങിയ നിക്ഷേപ കാലാവധിക്കുള്ളിൽ നിങ്ങളുടെ നിക്ഷേപത്തെ ഇരട്ടിയാക്കി തിരിച്ചു തരും എന്നുള്ള വാഗ്ദാനം എന്നുള്ള നിക്ഷേപ പദ്ധതികൾ തികച്ചും തട്ടിപ്പാണ്. അത്തരം തട്ടിപ്പുകളിൽ ഒരു കാരണവശാലും തലവയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാവരും ഈ ഒരു പദ്ധതിയിൽ ചേർന്ന് കഴിഞ്ഞു. ഈ പദ്ധതി അടുത്ത 2 ദിവസങ്ങൾക്കകം തന്നെ ക്ലോസ് ചെയ്യുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ പദ്ധതിയിൽ ചേരുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും സംഭവിക്കുക. തുടങ്ങിയ പരസ്യവാചകങ്ങളിലൊന്നും ഒരിക്കലും വീഴാതിരിക്കുക. അത് പരസ്യവാചകങ്ങളാകാം, അല്ലെങ്കിൽ ഏജന്റുമാർ നിങ്ങളോട് പറയുന്നതാകാം. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ വളരെ ജാഗ്രതയോടെ ആ നിക്ഷേപ പദ്ധതിയെയും ആ സ്ഥാപനത്തെയും വിലയിരുത്തുകയാണ് നിക്ഷേപകർ ചെയ്യേണ്ടത്. ബാങ്കുകളിലെ പലിശ നിരക്കുകൾ കുത്തനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ വരുമാനം ലഭിക്കുന്ന മറ്റ് നിക്ഷേപ പദ്ധതികൾ തേടുക എന്നത് സ്വാഭാവികമാണ്. എല്ലാ നിക്ഷേപകരും തന്നെ അതിനുള്ള ശ്രമം ചിലപ്പോൾ തുടങ്ങിയേക്കും. എന്നാൽ സാമ്പത്തിക തട്ടിപ്പ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തപ്പെടുന്ന നിക്ഷേപ പദ്ധതികൾ ഒരിക്കലും പോയി ചാടാതിരിക്കുക എന്നതാണ് നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പകരം പലിശ നിരക്ക് അല്പം കുറഞ്ഞാൽ പോലും നിങ്ങളുടെ നിക്ഷേപത്തിന്, നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന അംഗീകൃത നിക്ഷേപ പദ്ധതികൾ മാത്രം നിക്ഷേപം നടത്താൻ എല്ലാ സാധാരണക്കാരായ നിക്ഷേപകരും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡ്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.